ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കഥകളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. കഴിഞ്ഞു പോയ കഥകളെല്ലാം എല്ലാവർക്കും അറിയാം. കൃത്യമായിട്ട് സീറ്റ് ചോദിക്കാത്ത എന്താണ് ഏതാന്നൊക്കെ നിങ്ങൾ ചർച്ച ചെയ്തതാണ്. ആ വിഷയത്തിൽ ഞാൻ കിടക്കുന്നില്ല. ഞാൻ ഈ ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ ഇത് മതപരമായിട്ടോ മറ്റുള്ള ഒരു അർത്ഥത്തിലല്ല പറയുന്നത്, എൻ്റെ നിലപാടാണ് പറയുന്നത്. ഞാൻ ഒറ്റ മുസ്ലിം വീടുകളിൽ കയറി വോട്ട് ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എൻ്റെ സ്ഥാനാർത്ഥി ആയതുകൊണ്ടല്ല ഞാൻ ചോദിക്കാതിരുന്നത്. എന്നും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വിഭാഗം, നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കാത്ത മറ്റൊരു വിഭാഗം, ആ വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാൻ ഒരിക്കലും അവരോട് വോട്ട് ചോദിച്ച് എനിക്ക് വോട്ട് വേണ്ട എന്നുള്ള നിലപാട് ആദ്യം മുതലെടുത്തിരുന്നു. ഈ മണ്ണാർക്കാട് നിയമമണ്ഡലത്തിലെ ഒരു മുസ്ലിം വീടുകളിൽ പോയിട്ടും മതപരമായിട്ടല്ല, ഞാൻ വ്യക്തിപരമായിട്ടും ചോദിച്ചിട്ടില്ല. എങ്കിലും എന്നെ അലനല്ലൂരും മറ്റു പല ഭാഗങ്ങളിലും എൻ്റെ ബിസിനസ് പാർട്ട്ണർമാരായ കുടുംബങ്ങളും എൻ്റെ മുസ്ലിം ഫാമിലിയിൽപ്പെട്ട കുടുംബങ്ങളും എൻ്റെ പല ബിസിനസ്സിൽ സപ്പോർട്ട് ചെയ്യുന്നവരും എൻ്റെ ഭാര്യയുടെ കൂടെ വൈഫിൻ്റെ കൂടെ ജോലി ചെയ്തവരുമായ പലരും അലനല്ലൂർ കുമരമ്പത്തൂരൊക്കെ ഉണ്ട്. ആ ഫാമിലികളിലെ മുസ്ലിം വോട്ടുകളെല്ലാം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അവരോടും ഞാൻ നേരിട്ട് വോട്ട് ചോദിച്ചിട്ടില്ല. എൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരാണ് ചോദിച്ചിട്ടുള്ളത്. അതാണ് ആ ഒരു വോട്ടുമായി ബന്ധപ്പെട്ട എൻ്റെ നിലപാട്. അപ്പൊ നിങ്ങൾക്ക് എന്തിനാണ് ഈ നിലപാടെടുത്തത് എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. ഈ നിലപാടെടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നതിന്റെ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ, ഞാൻ പറയുന്നത് ഇവിടത്തെ ഈ രാജ്യത്ത് എന്ത് സംഭവിച്ചാലും ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ മുസ്ലിം സമുദായത്തിൽ സംഭവിക്കുന്ന പോലെ തന്നെ എന്തെങ്കിലും അട്ടിമറിയോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ അത് ക്രിസ്ത്യൻ സമൂഹത്തിനും അതേപോലെ സംഭവിക്കുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പൊ അതുകൊണ്ട് മുസ്ലിം ക്രിസ്ത്യനും ഒന്നാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ, വോട്ട് ചോദിക്കാൻ ചെന്നാൽ ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല, ചിലർ വാലടച്ചു പോവും, ചിലർ മുഖം കറുപ്പിക്കും, പലതും സംഭവിക്കാം. അപ്പൊ അങ്ങനെ ഫേസ് കാണണ്ട എന്നുള്ള ദൃഢമായ തീരുമാനത്താണ് അത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോയത്. പിന്നെ രണ്ടാമത്തെ കാര്യം ഇവിടുത്തെ മത്സരത്തെ കുറിച്ചാണ്. കൃത്യമായ കണക്ക് എൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് എനിക്ക് ലഭിക്കേണ്ടതായ കണക്കുകളെ കുറിച്ച് എനിക്ക് കൃത്യമായി ബോധ്യമുണ്ട്. ആ കണക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ സാധ്യമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ മണ്ണാർക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്ക് ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി പല കാര്യങ്ങളും നടത്തി ഈ സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടാണ് നമ്മുടെ LDF സ്ഥാനാർത്ഥി മനസ്സിൽ അബൂബക്കർ. അദ്ദേഹം നമ്മുടെ കേരളത്തെ കുറിച്ച് പഠിച്ചിട്ടാണോ അറിയാതെയാണോ അറിയില്ല, പണം കൊണ്ട് എല്ലാം നേടാം എന്നുള്ള ചിന്ത അദ്ദേഹത്തിനോ തെറ്റിദ്ധരിപ്പിച്ചാണോ അതോ ഇനി അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെട്ടതാണോ എന്ന് അറിയില്ല. എന്തായാലും അദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണം നടത്താൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുക്കാൻ ഞങ്ങൾ ഓൾ കേരള ആന്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിരന്തരമായ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിനോടിയ വണ്ടികൾ, അദ്ദേഹം കൊടുത്ത കണക്കുകൾ, അദ്ദേഹം വെച്ച ഫ്ലക്സുകൾ എല്ലാറ്റിൻ്റെയും ഞങ്ങൾക്ക് വന്നിട്ടുള്ള കൊട്ടേഷനും അദ്ദേഹവുമായിട്ടുള്ള കൊട്ടേഷനും കൂടി പരിശോധിച്ച് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കണമെന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നിലവിലെ MLA ആണ്. നിലവിലെ MLA 3 ടൈം ഇവിടെ ഭരിച്ച സമയത്ത് ഏതെല്ലാം വർക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ PWDയുമായി ബന്ധപ്പെട്ട്, ഗവൺമെന്റ് തലത്തിൽ ബന്ധപ്പെട്ട് ഏതെല്ലാം നമ്മുടെ പാലത്തിന്റെ പണിയായാലും നമ്മുടെ അട്ടപ്പാടിയിലത്തെ പാലമായാലും എന്തെല്ലാം വർക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ടോ അതെല്ലാം ഒരു വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടണമെന്നുള്ളതും ഞങ്ങളുടെ നിലപാടാണ്. അതിന്റെ ഭാഗമായിട്ട് അതും ഞങ്ങൾ വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാനും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ 2 കാര്യമാണ് അതുമായി നമുക്ക് പറയാനുള്ളത്. CCN മണ്ണാർക്കാട്.